ചിരഞ്ജീവിയൊക്കെ നായകനാണ് പടം ത്രൂ ഔട്ട് ചെയ്തേ പറ്റൂ. അതിനകത്ത് സാർ എന്താ ഉപയോഗിക്കുന്ന ഒരു മാന്ത്രികത ചിന്തിക്കുന്നത്? ഈ ഡയലോഗ് സാർ തന്നെയാണോ? അല്ല, ഇത് പറഞ്ഞു തരുന്ന ഡയലോഗ് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ഒത്തു വരില്ല, അപ്പോൾ മാറ്റും, അപ്പോൾ വീണ്ടും പറയും, അപ്പോഴും കിട്ടിയില്ല, പിന്നെയും മാറ്റും. അതേ പറഞ്ഞു 7-8 ടേക്ക് എടുക്കുമ്പോഴേ ഒന്ന് ഓക്കെ ആവും. അത് ചില ഹ്യൂമറൊക്കെ കയറ്റുന്നുണ്ടല്ലോ, അപ്പോൾ ഹ്യൂമർ നമ്മൾ അപ്പോൾ ഞാൻ ചോദിക്കും ഇങ്ങനത്തെ സാധനം അവിടെ ഇട്ടാലോ എന്ന് നമ്മൾ കഴിക്കുമ്പോൾ അത് വേണ്ടല്ലോ, പക്ഷേ അത് ഓറല്ലേ, അത് പറഞ്ഞു നോക്കാം, പറഞ്ഞു നോക്കിയിട്ട് അത് കിട്ടുകയാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്യട്ടെ, അങ്ങനെ ഇട്ട് നോക്കി ചിലപ്പോൾ ക്ലിക്കാകുകയാണ്, ഞാൻ ഇത് മതി തീരുമാനിക്കും. അങ്ങനെ നമുക്ക് ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട് ഈ ഡബിങ്ങിൽ. ഞാൻ പറയുമ്പോൾ ഞാൻ പൊടിക്കൈകൾ എനിക്ക് എന്നെ അംഗീകരിക്കുന്നതാണ് സംഭവം. അപ്പോൾ അവരുടെ കൂടെ സഹായവും എന്നെ ഞാൻ പറയുന്നത് അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ വരും. അങ്ങനെയാണല്ലോ എന്നെ കൂടി സഹകരിക്കുന്നതാണല്ലോ ഈ ഡബിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ അനുഗ്രഹമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു. ചിരഞ്ജീവി വന്നല്ലോ എ ഹീറോ പടത്തിന്, ചിരഞ്ജീവി ഫ്ലൈറ്റിൽ വന്ന് എറണാകുളത്ത് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് സംസാരിക്കുകയുണ്ടായി. ആ ഫോട്ടോ എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. അങ്ങനെ തന്നെ തന്നു, അവാർഡൊക്കെ തന്നു അദ്ദേഹം തന്നെയായിരുന്നു. അപ്പോൾ എനിക്കൊരിക്കലും അത് മറക്കാനൊക്കെ ഇല്ലത്. കാരണം അദ്ദേഹം തന്നെ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് അപ്രിഷ്യേറ്റ് ചെയ്ത് മലയാളത്തിൽ അങ്ങനെ പടം 150-200 ദിവസം അത്രയും പടം പോയ ഒരു ബാഹുബലി പോലും പോയിട്ടില്ല. എ ഹീറോയാണ് പോയത്. അപ്പോൾ അത് ഒരു ഗരാന മഗഡു എന്നാണ് ആ പടത്തിൻ്റെ ഒറിജിനൽ പേര്. എ ഹീറോയുടെ ഒറിജിനൽ പേര് ഗരാന മഗഡു എന്നാണ് ആ പടത്തിൻ്റെ പേര്. അപ്പോൾ എനിക്ക് തെലുങ്ക് അറിയില്ല, പക്ഷേ നമ്മൾ തെലുങ്കിൻ്റെ ഇന്ന അക്ഷരം വരുമ്പോൾ ഇന്ന മലയാള പദം ഉപയോഗിച്ചാൽ അവിടെ ശരിയാവും എന്നുള്ളത് എനിക്കറിയാം. ഞാനിപ്പോൾ ഇവിടെയും ചെയ്യുന്നത് അങ്ങനെയാണ്. ഈ സൗണ്ട് മാക്സിൽ നമുക്ക് തെലുങ്കിനും പല സീരിയലുകളും മലയാളത്തിലേക്ക് ഡബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാൽ ഇന്ന വാക്ക് ഉപയോഗിച്ചാൽ ഇന്നതാകും എന്നെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ എന്നെ വിളിച്ചിരിക്കുന്നതും. അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സിംഗാൻ തോന്നില്ല, മലയാളം സംസാരിച്ച പോലെ തന്നെ ഫീൽ ചെയ്യും. അതുപോലെ ഒരുപാട് നടന്മാർക്ക് തെലുങ്കിലല്ലേ? ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, കൃഷ്ണം രാജു, പിന്നെ ശോഭൻ ബാബു, ആനന്ദ് ബാബു, പിന്നെ വലിയ പ്രസിദ്ധരായിട്ടുള്ള നാഗാർജുനയ്ക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പടങ്ങൾ ഞാൻ ഈ തെലുങ്കിലെ നടന്മാർക്ക് ചെയ്തിട്ടുണ്ട്. കൃഷ്ണൻ രാജുവിനൊക്കെ ചെയ്യാൻ വളരെ ടൈറ്റായിട്ടുള്ള സംഭവമാണ്, വളരെ പാടാണ്. അതൊക്കെ ഒറ്റ ശ്വാസത്തിൽ, അവിടുത്തെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു ശ്വാസത്തിൽ ഡയലോഗ് പറയുന്നതാണ്, അവിടുത്തെ കയ്യടി വാങ്ങാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ആ ഒരു ശ്വാസത്തിൽ തന്നെ അവിടെ പറയണം, ബ്രേക്ക് ചെയ്യാൻ നോക്കില്ല. ആ ഒരു ബ്രീത്ത് നമ്മൾ പിടിച്ച് ചെയ്തെങ്കിലേ നിൽക്കുകയുള്ളൂ. അതൊക്കെ ദൈവം സഹായിച്ച് എനിക്ക് പ്രത്യേകിച്ച് അല്ലേ. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ജനം അത് എൻ്റെ കൂടെ ഭരതൻ സാറിൻ്റെ ആ സംവിധാനത്തിൽ നിൽക്കുമ്പോൾ MT സാറുണ്ടായിരുന്നു ഞാൻ ഡബ് ചെയ്യുമ്പോൾ, പിന്നെ NFDC ചന്ദ്രനാഥൻ സാറുണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാവരും നമുക്ക് പറഞ്ഞു തന്നിട്ടാണ് ഞാൻ. അല്ല സാറേ, ഈ MT സാറൊക്കെ നിങ്ങൾ ഒരു വാക്കുപോലും മാറ്റാവില്ല. അപ്പോൾ അതിനകത്ത് വേറെ കൈ നടാനും ഒക്കത്തില്ല. ഇല്ല, അതിനകത്ത് എന്തെഴുതിയിരിക്കുന്നു അവരെ പറയുള്ളൂ. അപ്പം ഞാൻ ആദ്യം ഒരു ലൈറ്റായിട്ട് പറഞ്ഞു നോക്കും. പറഞ്ഞു നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഹരി അത്രയും വേണ്ട, അത് കുറച്ച് ഓവറായിട്ട് ഫീൽ ചെയ്യുന്നു, കുറച്ച് ലൈറ്റാക്കി വയ്ക്കൂ, അത്രയും ഹാർഷാക്കണ്ട എന്ന് പറയും. നമ്മൾ അത്രയും ഹാർഷാക്കാറില്ല, നമ്മൾ ചെയ്യാറുണ്ട്. നിർദ്ദേശങ്ങൾ പറയാറുണ്ട്, അത് ഞാൻ അനുസരിക്കാറുമുണ്ട്. അതിനുദാഹരണം ഞാൻ മറ്റേ വേറൊരു പടം, ഹിറ്റായ പടമാണ് നമ്മുടെ ഞാൻ SL സാധാരണത്തിൻ്റെ ഒരു നാടക സിനിമയായല്ലോ, എന്താ തിലകൻ അഭിനയിച്ചത്, ഒരുപാട് ഹിറ്റായി, വളരെ ഹിറ്റായതാണ് നാടകം. അത് അതിന് വന്നപ്പോൾ ഞാനൊരു ബാബു നമ്പൂരിക്ക് ഡബ് ചെയ്തു ആ പടത്തിൽ. ആ പടത്തിൻ്റെ പേര് ഞാൻ പറയാം. അതായത് ഇയാൾ ആനക്കാരനാണ്, ബ്രാൻഡ് ഓടിക്കുന്ന ഒരു ക്യാരക്ടറാണ്, മനസ്സിലായില്ലേ. ബാബു നമ്പൂരി അഭിനയിച്ചു, അത് ഞാനാണ് ഡബ് ചെയ്തത്. അപ്പോൾ നാടകത്തിലൊക്കെ ഉള്ളതുപോലെ ഒന്ന് SL സാർ വന്നിട്ട് അയ്യാൾ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, നാടകത്തിൽ അങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തത് എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വരികയും, ഞാൻ നാടകം കണ്ടിട്ടില്ല ആ നാടകം. അപ്പോൾ അത് അങ്ങനെ പ്രസൻറ്റ് ചെയ്യേണ്ട ഒരു രീതി വന്നിട്ടുണ്ട്. അതുപോലെ ദേവന് ഞാൻ ഡബ് ചെയ്യുമ്പോഴും, അദ്ദേഹം ന്യൂഡൽഹിയൊക്കെ ചെയ്യുമ്പോഴും ദേവന് ഒരുപാട് പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതും ഇങ്ങനെയാണ്. ദേവൻ്റെ ആദ്യ പടം ഹീറോ ആയിട്ട് വന്ന പടം ഞാനാ ചെയ്തു, ആഗ്രഹം. രാജസേനൻ ഡയറക്റ്റ് ചെയ്ത് ആദ്യത്തെ പടമാണ് രാജസേനൻ്റെ ആഗ്രഹം എന്നാണ് ആ പടത്തിൻ്റെ പേര്. ദേവന് ഞാനാണ്. അത് അദ്ദേഹം എല്ലാം ഞാനാണ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ വിട്ടിട്ട് ദേവൻ തന്നെ ഡബ് ചെയ്യാൻ തുടങ്ങി. ദേവൻ എന്തെങ്കിലും പറയാറുണ്ടോ? എന്നെ കാണുമ്പോൾ വലിയ സ്നേഹമാണ്, പുള്ളിക്ക് സന്തോഷമാണ്.
കോംപ്ലക്സ് ഒന്നും വർക്ക് അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും തോന്നാറില്ല. ഞങ്ങൾ വന്ന് ഫ്രണ്ട്ഷിപ്പാണ്. അദ്ദേഹത്തിൻ്റെ പടം തന്നെ വെള്ളം എന്നൊരു പടം ഉണ്ടായിരുന്നു, അതെ വെള്ളം ഹരിഹരൻ സാർ ഡയറക്റ്റ് ചെയ്തു. അത് ഞാൻ മധുസാറിൻ്റെ ട്രാക്കെല്ലാം ഞാൻ എന്നെ കൊണ്ടാണ് പറയിച്ചത്. ആ പടം വല്ലാണ്ട് പോയില്ല, പക്ഷെ അത് നല്ലൊരു പടമായിരുന്നു. ചില നടന്മാർ മനസ്സറിഞ്ഞ് സമ്മതിക്കും, ചിലർ സമ്മതിക്കായിരിക്കും അല്ലേ? അതായത് അതൊരു കോംപ്ലക്സാണ്, അത് അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മനസ്സിലെ വലിയൊരു എന്താ പറയുന്നത്, എനിക്ക് ഒരു അവാർഡ് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇവരുടെയൊക്കെ പ്രശംസയാണ് ഏറ്റവും വലുതായിട്ട് ഞാൻ കരുതുന്നത്. എന്നാൽ ആരോ വന്ന് തന്നെ ഞാൻ കൈ തന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു വല്ലാത്ത ഒരു പ്രതീതി എനിക്ക് തോന്നി. സാർ ഡബ് ചെയ്ത ഒരു നടനോ? ഡബ് ചെയ്ത എൻ്റെ ആ ശബ്ദം കേട്ടിട്ട് വന്ന് എന്നോട് സംസാരിച്ചപ്പോൾ, അപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ പലർക്കും അറിയാം. അപ്പോൾ ഇന്നാണ് ഏതോ ഒരു ഇതിൽ എൻ്റെ ഇത് വന്ന് കേട്ടിട്ട് ഞാൻ പെട്രോൾ പമ്പിൽ ഇങ്ങനെ പെട്രോൾ അടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരാളിറങ്ങി, സാർ ഒരു സെക്കൻഡ് ഇങ്ങോട്ട് വരാമെന്ന് ചോദിച്ചു. എന്താണ് സാറിന് സെക്കൻഡ് ചെയ്യാമെന്ന് ചോദിച്ചു. എന്താണ് സാറിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞിട്ട് തന്നെ വളരെ. അപ്പോൾ അതൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാനൊക്കില്ല.